ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. അപ്പം ഇന്നലെ ഒരുപാട് കൂട്ടുകാർ റെസിപ്പി ചോദിച്ചിട്ടാ ഈ അപ്പത്തിൻ്റെ ഓട്ടപ്പം. ഞങ്ങളിവിടെ ഓട്ടപ്പം എന്നാണ് പറയുക. അപ്പോൾ 2 ഗ്ലാസ് അളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് ഒക്കെ കൂട്ടിയെടുക്കുക. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോ വരെ ഒരു മുട്ട മതിയാവും കേട്ടോ. പിന്നെ കൂട്ടിയെടുക്കുന്നതിനനുസരിച്ച് ഒരു മുട്ട കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. 1 കിലോ മാവിലേക്കും ഒരു മുട്ട മതിട്ടാ ചേർക്കാൻ. ഇനിയിപ്പോൾ 2 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. മുട്ട കൂടിച്ചിട്ടൊന്നും ഇത് കിടക്കാവൊന്നുമില്ല. അപ്പോൾ 2 ഗ്ലാസ് പൊടി ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാ, പച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക. വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടില്ല കേട്ടാ. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് നല്ല ചൂടായ ചട്ടിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി നല്ല സൂപ്പറായിട്ട് കിട്ടുക. കത്തി ചൂടായി കഴിഞ്ഞിട്ട് ഒരുപാട് കത്തിക്കരുത്. ചകിരി പോലെ അത്രയും കനലിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഒരുപാട് കത്തിയാൽ അടി കരിയും കിട്ടും. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇതുണ്ട്. ആദ്യമൊന്നും എനിക്കും ഇത് റെഡി ആയിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് റെഡി ആയത്. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ അപ്പം. അപ്പോൾ നാളികേരപ്പാൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഏറ്റവും കോംബോ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം തന്നെ. പിന്നെ ചിക്കൻ കറിയോ ബീഫ് കറി ഏതിൻ്റെ കൂടെയും നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഇത് മിക്ക ആളുകൾക്കും ഇത് അറിയണില്ല കേട്ടോ സംഭവം. അപ്പോൾ ഉണ്ടാക്കാത്ത കൂട്ടുകാർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ട് നാളികേരപ്പാലൊക്കെ കൂട്ടി കഴിച്ച് നോക്കിയിട്ടാ. പിന്നെ നിങ്ങൾ ഇതന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പം നമ്മളെ ബാറ്ററൊക്കെ നന്നായിട്ടൊക്കെ കലക്കി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് കോരി ഒഴിച്ചിട്ടൊന്ന് നോക്കി നോക്കാം. അതായത് ദോശമാവ് ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ വേണം കേട്ടോ. ഇത് അങ്ങനെ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മാവ്. നല്ല ചൂടായി കിടക്കണ ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് കണ്ടാ അടിപൊളി എന്ന് പറഞ്ഞ പോലെ സൂപ്പർ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഓരോ തവി മാവ് നമ്മൾക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അടച്ചു കൊടുക്കുന്ന പാത്രം ഒരു ചെറിയ ആയിരിക്കണം. നമ്മളെ ഈ അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് മൂടണ പോലെ. അപ്പോഴാണ് കറക്റ്റ് ആ ആവിയിൽ ഇത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പം ഞാൻ അടച്ചു കൊടുക്കണ പാത്രം എന്ന് പറഞ്ഞാൽ വേണ്ട ഇതേപോലത്തെ ഒരു പാത്രം കേട്ടോ. ആദ്യത്തെ അപ്പം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടാ ചൂട് കൊടുക്കണേ കഴിക്കാനായിട്ട്. അപ്പം ഇത് ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടാ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഇനിയും വേണോ. പിന്നെ കുറേ കൂട്ടുകാരെ വീഡിയോ കണ്ട് എനിക്ക് കമൻറ്റ് ഇടാൻ പറ്റിയില്ല കേട്ടാ. പക്ഷെ ഞാൻ കാണും ചെയ്തിട്ടുണ്ട്, ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ. കൂട്ടുകാരെ എന്താണെന്ന് അറിയില്ല കേട്ടാ. അപ്പം എല്ലാവരും പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ കാണുന്ന വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടാ. കണ്ടാ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ടല്ലേ. അപ്പോൾ ഒന്ന് പരത്തി കൊടുക്കുമ്പോൾ വേഗം നമുക്ക് ആയി കിട്ടും ചെയ്യും. അടി കരിയാതെ തന്നെ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അടുപ്പിൽ കത്തലാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും തീ കൂടരുത് കേട്ടോ. ഒരു കനലിൽ വേണം അങ്ങനെ വെന്തെടുക്കാൻ. ആദ്യം നന്നായിട്ട് ചൂടായ ചട്ടിയിലേക്ക് വേണം ഒഴിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഓരോ അപ്പങ്ങളും ഇങ്ങനെ ചുട്ടെടുക്കട്ടാ. കണ്ട തീ ഒരു കനലിൽ ഇങ്ങനെ ചെറിയൊരു കത്തൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തന്നത് ഇത് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അറിയണവർ സ്കിപ്പ് ചെയ്യോടത്തോളേ കുഴപ്പമില്ല. അപ്പം നമ്മളെ അപ്പങ്ങളെമ്പാടും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ അപ്പങ്ങൾ ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ എന്താ രുചി, കാണാനും നല്ല രസമല്ലേ. അപ്പം നിങ്ങളൊക്കെ നാളികേരപ്പാലൊക്കെ കൂട്ടിയിട്ട് ഒക്കെ ഒന്ന് കഴിച്ച് നോക്കിയിട്ടാ കൂട്ടുകാർ. അപ്പം നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളൂ കേട്ടാ. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം വരാട്ടാ. അപ്പോൾ ഓക്കെ, ബായ്.